ഞാൻ ഇമോഷണലി കുറച്ച് എന്നെ പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹത്തോടെ ഇരുന്നിട്ട് സഡൻലി നമ്മളറിയാതെ നമ്മളെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ട് തകർക്കും. നമ്മൾ വിചാരിച്ചിരുന്ന ആളുകളല്ല ഇവരെന്ന് തോന്നുന്ന നിമിഷം എന്നെ തകർക്കും. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് പേഴ്സണാണ്. എല്ലാവരും ചോദിക്കും നിങ്ങൾ ഭയങ്കര ബോൾഡാണല്ലേ, എന്താണ് ബോൾഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ അറിയില്ല. ഇവര് ചോദിക്കും, പലരും ചോദിക്കണം ഉമ്മ ബോൾഡ് അല്ലേ, ഉമ്മ എന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? ശരിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് ക്യാൻസർ വന്നു എന്നിരിക്കട്ടെ, ഞാൻ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. എനിക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യാൻ ശ്രമിക്കും, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പോരാടും. പക്ഷെ എനിക്ക് ചിലപ്പോൾ സൂരജും ഞാൻ നല്ല സുഹൃത്തുക്കളാണെന്നിരിക്കട്ടെ, നല്ല കൊളീഗ്സ് ആണെന്നിരിക്കട്ടെ, എന്നോട് ഭയങ്കര സൗഹൃദമായി പെരുമാറുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നു. ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. മുന്നിലൊന്നും പിന്നിലൊന്നും സംസാരിക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലർ നമ്മളോട് ചേർന്ന് നിൽക്കും. ആ ചേർന്ന് നിൽക്കുന്നവർ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മളെ തകർക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീക്കാവുകയും വലിയ വലിയ കാര്യങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ വർക്കിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ടല്ലേ. പക്ഷെ ഞാൻ ഓവർകം ചെയ്യും. പക്ഷെ ആ ടൈമിൽ ഞാൻ വീഴും. ഞാൻ വീഴണമെന്നൊന്നും കാണിക്കൊന്നുമില്ല. ഇല്ലല്ലേ, ഒക്കെ അകത്ത് വയ്ക്കും. കാരണം ഇത് എൻ്റെ പ്രശ്നമാണ്. ഞാൻ സൂരജിനെ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ ബുദ്ധിയാണ്. സൂരജ് എന്താണെന്ന് ഞാൻ അനലൈസ് ചെയ്യാതെ ഞാൻ എന്തിനു സൂരജിന് മുന്നിൽ എന്നെ തുറന്നും ഇങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ അടുത്തിടപഴകുന്നു? എൻ്റെ തെറ്റല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അതൊന്നും അവരുടെ തെറ്റല്ല, എൻ്റെ തെറ്റാണ്. ഞാനങ്ങനെ ഓപ്പൺ അപ്പ് ആയിക്കൊണ്ടാണല്ലോ. അതെ, എൻ്റെ അറിവില്ലായ്മ. കാരണം ഞാനൊരാളിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ടൈം എടുക്കണം. ഞാൻ പെട്ടെന്ന് അടുക്കും. ഇപ്പോഴങ്ങനെ തന്നെ അത് മാറുന്നില്ല. മാറ്റാൻ ആഗ്രഹമുണ്ടോ? ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്നെ ഇപ്പൊ എനിക്ക് വളരെ സീനിയർ ആയിട്ടുള്ള ഇവിടെ ബിജുകുമാരി ചേച്ചി, ഇങ്ങനെ എൻ്റെ കൂടെ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന എന്നെ സഹോദരരായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ അവരൊക്കെ എന്നോട് എപ്പോഴും പറയും, നീ എന്തിനാ ഇങ്ങനെ ഇമോഷണലി എടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ വിഷമിക്കണേ? അവരൊക്കെ വളരെ ബിസിനസ് മൈൻഡോടുള്ള ആയിരിക്കാം, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. നമുക്കത് പറ്റുന്നില്ല അല്ലേ? ട്രൈ ചെയ്യുന്ന ഒരാളാണോ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, പറ്റില്ല. ഞാൻ തന്നെ സഹായിച്ചിട്ടുള്ള ഇപ്പൊ എനിക്ക് റീസെന്റും അങ്ങനെ ഒരു അനുഭവം വന്നു. എന്നോട് ഞാൻ തന്നെ അവരെ അങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ട് അവരെന്നോട് പ്രൊഫഷണലിയും പേഴ്സണലിയും ജലസ് ആണോ അതോ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ കാണുന്നത്. ഇവരൊക്കെ നമ്മൾ ഭയങ്കര ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഇവരെന്തിനാ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പോലും. എനിക്ക് ചില സമയത്ത് മനസ്സിലാവാറില്ല എന്താ റീസൺ. ആ കാര്യത്തിൽ ഞാൻ ഒരു ഭയങ്കര മന്ദബുദ്ധിയാണ്. ഞാൻ എന്നിട്ട് പോയിട്ട് ഇത് ശ്രമിക്കും അറിയാൻ. അത് പാടില്ല. അപ്പം എനിക്ക് അങ്ങനെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ മാറ്റണമെന്ന് ഞാൻ. എൻ്റെ മോളൊക്കെ എന്നെ അഡ്വൈസ് ചെയ്യും. എന്നെ അഡ്വൈസ് ചെയ്യും. എൻ്റെ മോൻ എന്നെ അഡ്വൈസ് ചെയ്യും. അവരെൻ്റെ മക്കളാണെങ്കിലും അവർക്ക് ചില കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ അവരുടെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടി നിലപാടുകളിൽ ഒരാളെ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്നതിൽ അവരെ എവിടെ നിർത്തണം എന്ന് തീരുമാനിക്കുന്നതിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആണെന്ന് എന്നെക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു. നല്ലൊരു ക്വാളിറ്റി ആണല്ലേ. എനിക്കത് പക്ഷേ കിട്ടത്തില്ല. ഞാൻ പെട്ടെന്ന് അടുക്കും, എന്നെ പെട്ടെന്ന് വിഷമം ഇങ്ങനെ കൊണ്ടു നടക്കും. ഇപ്പൊ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി. നമുക്ക് വർക്ക് ഈസ് വർക്ക്, മണി ഈസ് മണി മാറ്റേഴ്സ്. നമുക്ക് ജീവിക്കാൻ പൈസ വേണം, വർക്ക് നമുക്ക് വേണം. അപ്പൊ അത് ഭയങ്കര ഒരു ഹെക്ടിക് ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ, അത് ഭീകരാണ്. അതെങ്ങനെ ചേച്ചി മാനേജ് ചെയ്യുന്നു? കാരണം ആ ആൾക്കാരോട് കോമ്പിനേഷൻ ചെയ്യണം, പിന്നെ മിണ്ടാതി അങ്ങനെ ഇരിക്കണം. എൻ്റെ ലൈഫിൽ ഞാൻ ആകെ ഒരൊറ്റ തവണയായിരിക്കും, ഒരൊറ്റ വർക്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെയൊക്കെ കുട്ടി കാര്യങ്ങളാണ്, അതൊക്കെ അങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ അവര് തന്നെ അവർക്ക് മനസ്സിലാവും അവർ ചെയ്തത് തെറ്റാണെന്ന്. കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞാലോ അല്ലെങ്കിൽ എന്നെ ഒന്ന് അഗീത ഷേക്കാൻ എടുത്താലോ അത് കൺവിൻസ്ഡ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും കൊണ്ടുപോകാൻ പോണില്ല എങ്ങോട്ടും. സത്യം. എനിക്കും തെറ്റുപറ്റും, എൻ്റെ കൂടെയുള്ളവർക്കും തെറ്റുപറ്റും. അവരത് റിയലൈസ് ചെയ്തിട്ട് അത് ഉമ്മയുടെ പേരിലല്ല തെറ്റ്, എൻ്റെ പേരിലാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഓക്കെയാണ്. പിന്നെ അടുത്ത നിമിഷം മുതൽ അവരെ ആ പഴയ കണ്ണിലൊന്നും ഞാൻ കാണത്തില്ല, ഒരിക്കലും കാണില്ല. പക്ഷെ എനിക്ക് ഒറ്റ വർക്കിൽ മാത്രമേ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഭയങ്കരമായ രീതിയിൽ എന്നെ മാത്രമല്ല അവിടെ കുറേ പേര് ടോർച്ചർ ചെയ്യപ്പെട്ടു, അതിൽ ഞാനും ടോർച്ചർ ചെയ്യപ്പെട്ടു. പക്ഷെ അവരോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ
ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പക്ഷെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഇമ്പോർട്ടന്റ്, കമ്മിറ്റ്മെന്റ് ചെയ്ത് പ്രൊഫഷണൽ പ്രൊഫഷണൽ. അതെ, നമുക്ക് ഈ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത, എത്ര വലിയ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ അഭിനയിക്കേണ്ടി വരും. വരും വരും, സത്യം. അത് നമുക്കത് നമ്മുടെ തൊഴിലാണ്, അഭിനയം നമ്മുടെ തൊഴിലാണ്. അവിടെ നമ്മൾ ഉമാനായരല്ല, അപ്പം കഥാപാത്രം എന്താണോ അതാണ്. അത് ഇപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടോ ഈ ക്യാരക്ടറിന് കുറച്ചധികം പ്രിപ്പറേഷൻസ് വേണ്ടി വന്നു അങ്ങനെ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ സീരിയൽ കൂടുതലും ഫീമെയിൽ ആക്ടേഴ്സാണ് പറയുന്നത്, ആ ക്യാരക്ടറിൽ ഒരു സിനിമ പോലെയല്ല 3, 4, 5 years ഒക്കെ 4 years ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ അങ്ങനെ തന്നെയാവും. അങ്ങനത്തെ ഏതെങ്കിലും ക്യാരക്ടർ അങ്ങനെ? അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പം സൂര്യ TV-യിൽ ഞാൻ കളിവീട് എന്ന് പറയുന്നത് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളെ എനിക്ക് ഒത്തിരി സ്നേഹമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യത്തില്ല. എക്സ്പ്രസ് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന അളവിൽ ചിലപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷേ ലവബിൾ. അപ്പം എൻ്റെ ചില രീതികൾ മനസ്സിലാക്കി എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണെന്ന് എൻ്റെ അച്ഛൻ പറയും. അപ്പം അത് ഇവർക്ക് അവർ കുഞ്ഞുങ്ങളല്ലേ. പക്ഷേ ആ സീരിയല് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ വേണം അമ്മമാര് പുറമേ കാണിക്കാൻ എന്ന് എനിക്ക് ചില ഇൻസിഡൻസിലൂടെ ആ സീരിയൽ എനിക്ക് അങ്ങനൊരു കാര്യം നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. പിന്നെ ഈ മരുമകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശത്രുപക്ഷത്തല്ല എന്നൊക്കെ ആ സീരിയലിലെ നല്ല കഥയാണ് കേട്ടോ അത്. അപ്പോൾ ആ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് വന്ന് പറഞ്ഞത്, ഇങ്ങനൊരു അമ്മായിയമ്മയ്ക്ക് വേണം എൻ്റെ മകളെ കൊടുക്കാൻ. അപ്പോൾ അത് എനിക്കും പലതവണ ഞാൻ ചിന്തിച്ചു. അപ്പോൾ എല്ലാവരും സമൂഹത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഒരു മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെതും കൂടിയാണ് ആ പെൺകുട്ടി. അപ്പോൾ ഒരു അമ്മയെ പോലെ അമ്മായിയമ്മയ്ക്ക് സ്നേഹിക്കാൻ സാധിച്ചാൽ അവിടെ പ്രശ്നങ്ങളില്ല. ഇനി മകനും മരുമകളും തമ്മിൽ പ്രശ്നം ഉണ്ടായാലും ഇവരത് പരിഹരിക്കും അല്ലേ? ആ സീരിയൽ എനിക്ക് കുറേ കാര്യങ്ങൾ എന്നെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഈ ക്യാരക്ടർ ഭയങ്കര സ്പെഷ്യൽ ടു ആയിട്ടാണെന്ന് അറിയാം. പക്ഷെ ഇതല്ലാതെ ഭയങ്കര സ്പെഷ്യൽ ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇന്ദുലേഖ സീരിയൽ അല്ലേ? ഭയങ്കര കളപ്പുരയ്ക്കൽ ഗൗരി വെരി ബോൾഡ് ക്യാരക്ടർ. സത്യം. 3 അനിയന്മാരെ അമ്മയും അച്ഛനും മരിച്ചിട്ട് നോക്കി വളർത്തുകയാണ്. അത് ഒരുപാട് എപ്പിസോഡുകളൊന്നും പോകാൻ പറ്റില്ല, പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. അതെ, അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം? കുറച്ച് ബോൾഡായി ഇഷ്ടമാണ്. ഓക്കെ, ലവിങ് ആയിരിക്കണം, ബോൾഡ് ആയിരിക്കണം. അതായത് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, പക്ഷെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം. ഇപ്പോൾ ഈ സീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ കോസ്റ്റ്യൂം മാറ്റേഴ്സ്. കോസ്റ്റ്യൂമിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് ആക്ച്വലി ഈ സീരിയലിൽ വന്ന് ഇങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു കോസ്റ്റ്യൂം സെൻസ് അല്ലെങ്കിൽ അങ്ങനെയാണ്. ഒബ്വിയസ്ലി നമ്മൾ കുറേ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ട് ഡ്രസ്സുകൾ തിരഞ്ഞെടുത്തും അതിനെ ഒരു ക്യാരക്ടർ ആകുമ്പോൾ ആ ക്യാരക്ടർ ഇപ്പം ഞാൻ ചെയ്യുന്ന പെയ്തൊഴിയാതെയിലെ ക്യാരക്ടർ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിലും അവർ സാരി വെയർ ചെയ്യുന്നതിലും ടൈപ്പ് ഓഫ് സാരീസ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അവർ ഹെയർ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ തന്നെ നമുക്കൊരു കളർ സെൻസ്, ഡ്രസ് സെൻസ് ഒക്കെ വരും.